നോക്കൂ, അപ്പോൾ കണ്ണൂർ സമ്മേളനത്തിന് മുമ്പാണ് 2022 കോടിയേരി ബാലകൃഷ്ണന് പരാതി ലഭിക്കുന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ രാജേഷ് കൃഷ്ണനെ കണ്ണൂർ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാതിരിക്കുകയും അതിനുശേഷം ഈ ലണ്ടൻ ഘടകത്തിന്റെ സെക്രട്ടറിയായിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം കൊടുക്കുകയും മറ്റൊരാൾ ലണ്ടൻ ഘടകത്തിന്റെ സെക്രട്ടറി ആവുകയും ചെയ്തു. എന്നിട്ട് അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ഈ പരാതിയിൽ ഗൗരവമുണ്ട് എന്ന് കണ്ടുകൊണ്ട് മാറ്റി നിർത്തപ്പെട്ട രാജേഷ് കൃഷ്ണ എങ്ങനെയാണ് മധുര സമ്മേളനത്തിൽ ലണ്ടൻ ഘടകത്തിന്റെ സെക്രട്ടറിയോട് കൂടി രണ്ടാമത് വരുന്നത്? അതിനുശേഷമാണല്ലോ വീണ്ടും പരാതി ഉണ്ടാവുകയും പരാതി ഉണ്ടായി മധുര സമ്മേളനത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. അപ്പൊ ഈ പരാതിയിൽ ഗൗരവമുണ്ടെന്ന് പാർട്ടി ഒരു ഘട്ടത്തിൽ കണ്ട് മാറ്റി നിർത്ത രാജേഷ് കൃഷ്ണ ആ കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിനു ശേഷം മധുരയിൽ സമ്മേളനം നടക്കുമ്പോൾ രണ്ടാമത് വന്നത് തന്നെ ഈ CPM-നെ സംബന്ധിച്ചോളം രാജേഷ് കൃഷ്ണ അത്രമാത്രം പ്രിയപ്പെട്ടവനാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ? അതല്ലെങ്കിൽ പിന്നെ ഒരു ഘട്ടത്തിൽ പാർട്ടി മാറ്റി നിർത്തിയാൽ ഒരു അന്വേഷണം നടത്തുക, അയാളെ കുറിച്ച് വിധി പ്രയോഗിക്കാതെ പിന്നെ സമ്മേളനത്തിലേക്ക് വിളിച്ചു വരുത്തില്ലല്ലോ. അപ്പോൾ പാർട്ടി കേരളത്തിലെ ഘടകത്തിന് രാജേഷ് കൃഷ്ണനെ സംബന്ധിച്ച കാര്യമുണ്ട്. ഇപ്പൊ ഇവിടെ പ്രശ്നം എന്താ? ഇവിടെ ഈ ഒരു നേതാക്കന്മാരും ഈ പണം ലഭിച്ചോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് മറുപടി പറഞ്ഞിട്ടില്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്താ? ആരോപണം ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക്, CPM-ന്റെ നേതാക്കന്മാർക്ക് ഈ രാജേഷ് കൃഷ്ണ വഴിക്ക് റിവേഴ്സ് ഹവാല വഴിക്ക് പണം കൊടുത്തു എന്നുള്ളതാണ്. ആ പണം കിട്ടിയിട്ടില്ല എന്നുള്ളത് അയാൾ പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ മത്സ്യത്തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ സ്നേഹതീരം, അതായത് ശുദ്ധതീരം എന്നുള്ള പരിപാടിക്ക് 50 ലക്ഷം രൂപ ഇവർ ഓഫർ ചെയ്തിരുന്നുള്ളതും 5 ലക്ഷം രൂപ പിന്നീട് കൊടുക്കുകയും ചെയ്തിരുന്നു മേഴ്സിക്കുട്ടിയമ്മ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സർക്കാരിന് ഒരു NGO ഒരു പദ്ധതിക്ക് 50 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷം 5 ലക്ഷം രൂപ മാത്രം കിട്ടി, അതിനുശേഷം ബാക്കി അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഒന്ന് നോക്കൂ, എത്രമാത്രം വിചിത്രമാണ്. സർക്കാരിൻ്റെ ഒരു പരിപാടിക്ക് ഒരു NGO-മായിട്ടും കരാർ ഒപ്പിടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് അതിൽ നിന്ന് ഇത്രയും പണം ലഭിക്കാമെന്ന് പറഞ്ഞിട്ട് അതിലൊരു ചെറിയ തുക മാത്രം കിട്ടിയതിനു ശേഷം ബാക്കി തുകയെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ വലിയ രീതിയിൽ ക്രമക്കേടുണ്ടെന്നുള്ളതിന്റെ തെളിവല്ലേ? ശരി, ഇവിടെ ശ്രീ രാജപ്പൻ, ശരി, ശരിയല്ല, ഇവിടെ ഏറ്റവും